ഹേ ഗൈസ്, ഈ വീഡിയോ എനിക്ക് കുറച്ച് ലേറ്റ് ആയി പോയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ലേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു കർക്കിടക മാസത്തിലെ വീഡിയോ ആണ്. ഞാനും അമ്മയും കണ്ണനും കൂടി കർക്കിടക മാസത്തിൽ ശ്രീരാമനെ കാണാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങൾ വളരെയധികം എളുപ്പം നോക്കിയിട്ട് ആദ്യം തന്നെ കിട്ടിയ KSRTC പിടിച്ച് കയറിയിരുന്നു. അതിന്റെ പാർശ്വഫലങ്ങളായിട്ട് 1 കിലോമീറ്ററോളം ഏതാണ്ട് ബസ് ഇറങ്ങിയിട്ട് നടക്കണം കേട്ടോ. എൻ്റെ അമ്മ ഒരു ഭക്തയായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ഭക്തയ്ക്ക് ആദ്യം തന്നെ അവിടെ ഏതോ അടുത്തുള്ള ഹനുമാന്റെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം ദൂരം നടക്കേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹനുമാന്റെ അമ്പലത്തിൽ കിട്ടും. സത്യം പറഞ്ഞ ഈ അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ആശ്രമ വൈബ് അമ്പലമായിരുന്നു. എന്താണെന്നറിയില്ല, നമ്മളവിടെ പിടിച്ചെത്തി പോകും അമ്മാതിരി അമ്പലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു നടക്കാനുള്ള സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കണ്ണനും കൂടി നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് തുപ്രയാർ അമ്പലത്തിൽ കിട്ടും കേട്ടോ. തുപ്രയാർ അമ്പലമാണ് ഈ കാണുന്നത്. മുട്ടും തിരക്കന്നാണെന്ന് പറയാം. ശ്രീരാമന്റെ അമ്പലത്തിൽ തിരക്ക് കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഈ കർക്കിടക മാസത്തിലാട്ടോ. പിന്നെ ഞാൻ ഈ ശ്രീരാമൻ എന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വല്ല ചേട്ടനോ അനിയനാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഭഗവാൻ ശ്രീരാമനാണ് ഈ പേരെടുത്ത് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഒരു എഡാമോട ആത്മബന്ധം ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ തിരക്ക് ഞാൻ ലൈവായി കണ്ടതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരോടും കർക്കിടക മാസത്തിൽ തുപ്രയാർ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ കുഴഞ്ഞു വീഴ എടുത്തോണ്ട് ഓടാ എന്ന പരിപാടിയായിരുന്നു കേട്ടോ. ആ തിരക്കിൽ എന്നിട്ട് യാതൊരുവിധ കാര്യമില്ലാന്ന് ഞാൻ ബുദ്ധിപൂർവ്വം നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുഡിന്റെ ക്യൂവിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മനെ വിളിച്ചോണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു. അത് കഴിയുമ്പോൾ ഞങ്ങൾ മീൻകുട്ടിന്റെ അവിടെ പോയി. ഭയങ്കര തിരക്കായിരുന്നു, നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മീൻ ഇറങ്ങി തീറ്റയൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞ തുപ്രയാർ അമ്പലത്തിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ വെറൈറ്റി ആചാരങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ണ് നിൽക്കാൻ നല്ല വൈബാട്ടോ. മീനൊക്കെ ഇങ്ങനെ വന്ന് തീറ്റയൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ചെറിയ രീതിയിലൊരു വള്ളംകളി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ മറ്റേ അറുപ്പ് എന്നുള്ള സൗണ്ട് കേട്ടാണ് ഓടിച്ചത്. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ വെള്ളമൊക്കെ തുഴയണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നൊരു വീഡിയോ എടുത്ത് കൈ പിടിച്ചു. ഈ ചേട്ടൻ എങ്ങനെയാണ് ഈ വെടി പൊട്ടിക്കണേന്നും എങ്ങനെയാണ് ഈ വെടി നിറക്കണേന്നും കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കാതല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു അവിടെ നിന്നോ, അടുത്ത വെടി പൊട്ടിക്കും അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ അവിടെ നിർത്തിക്കാണ്ട് അമ്മയും കണ്ണനും കൂടി എവിടെയോ തൊഴാനായിട്ട് പോയി. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ കച്ചവടക്കാരെ കണ്ടു. പോയി നോക്കിയപ്പോൾ അവിടെ കൂടുതലും ഭക്തിമാർഗത്തിലേക്ക് തിരിയാനുള്ള പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞാനും അമ്മയും കണ്ണനും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനം കച്ചവടക്കാരെ കാണാന്നുള്ളതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉത്സവപ്പറമ്പിൽ പോണത് കച്ചവടക്കാരെ കാണാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വില കുറവിന് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് തോന്നുന്നു 20 രൂപയ്ക്ക് എനിക്ക് കുറേ കമ്മലൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ 20 രൂപയുടെ കമ്മൽ ഷോപ്പിംഗ്, അതേപോലെ തന്നെ ഉത്സവപ്പറമ്പ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനൽ വേണ്ട രൂപയ്ക്ക് കാണാം. ഇത് പിന്നെ എന്തോ പഞ്ചലോഹത്തിൻ്റെ മോതിരൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തോ അവരെന്തോ സൂത്രപ്പണിയൊക്കെ കാണിച്ചിട്ട് തന്നു. അപ്പം ഞാനൊരു കൗതുകത്തിന് വീഡിയോ എടുത്ത് കൈ പിടിച്ചാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണൻ എന്തോ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സോഡ സർബത്തും അതേപോലെ തന്നെ ജീരസോഡയൊക്കെ വാങ്ങിച്ച് കുടിച്ചും കണ്ട് നേരെ പോവുകയാണ്. അപ്പോഴാണ് ഐസ്ക്രീം കണ്ടത്. എൻ്റെ അമ്മ ഒരു ഐസ്ക്രീം ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കണ്ട് നടന്നുകൊണ്ട് തിന്നാട്ടോ പോയത്. തുപ്രയാർ അമ്പലത്തേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട്. ഓട്ടോയ്ക്ക് വന്നുകൊണ്ട് തന്നെ ദൂരം അറിഞ്ഞില്ല. ഇപ്പോൾ ഐസ്ക്രീം ചപ്പി പോകണോണ്ടും ദൂരം അറിയണില്ല. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഒരു ബസ്സിൽ കയറിയിരുന്നു. അപ്പം ഞങ്ങളുടെ തുപ്രയാർ അമ്പലം വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.